നമസ്കാരം. പ്രൗഢം പ്രാദേശിക സഭാചരിതം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. 2000 വർഷത്തെ പാരമ്പര്യ മഹിമ പേറുന്ന കേരളത്തിലെ പ്രധാന പള്ളികളെ സംബന്ധിച്ച് അടിസ്ഥാന വിവരം പങ്കുവയ്ക്കുന്ന ഒന്നാണ് പ്രൗഢം പ്രാദേശിക സഭാചരിതം. രക്തസാക്ഷിത്വങ്ങളുടെയും സഹനങ്ങളുടെയും പീഡനങ്ങളുടെയും ബാക്കി പത്രമാണ് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കത്തോലിക്ക സഭ. ആദിമസഭയുടെ കാലം മുതൽക്കേ ഓരോ പ്രദേശത്തും സഭ വളർന്നു വന്നത് ഒരു പ്രാർത്ഥനാലയത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. കേരള കത്തോലിക്ക സഭ വളർന്നതും അപ്രകാരമായിരുന്നു. ക്രിസ്തു ശിഷ്യനായ മാർ തോമാസ് ലീഹ മലയാളക്കരയിലെത്തി തൻ്റെ പ്രിയ ഗുരുവിൻ്റെ സുവിശേഷ പ്രഘോഷണം നടത്തിയതും ഇപ്രകാരം പള്ളികൾ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു. ഭാരത കത്തോലിക്ക സഭയുടെ ആരംഭം തന്നെ തോമാസ് ലീഹ കേരളത്തിൽ സ്ഥാപിച്ച 7 പള്ളികളുടെ സ്ഥാപനത്തോടു കൂടിയായിരുന്നു. ഭാരതപ്പുഴയ്ക്ക് തെക്ക് മലങ്കരയിൽ രൂപപ്പെട്ട കേരള കത്തോലിക്ക സഭ ഇന്ന് ആഗോള പ്രശസ്തമായിട്ടുണ്ടെങ്കിൽ അതിനടിസ്ഥാനമായത് ഈ 7 പള്ളികളും അതിൻ്റെ പിൻതലമുറയിൽപ്പെട്ട പള്ളികളുമാണ്. ഇവയുടെ ചരിത്രം അറിയുക എന്നത് ഒരു വിശേഷ അനുഭവമാണ്, അഭിമാനമാണ്. കാരണം ഓരോ പ്രദേശത്തിൻ്റെയും വളർച്ചയുടെ കേന്ദ്രങ്ങളാണ് ഓരോ പള്ളികളും. അങ്ങനെ പ്രൗഢമാണ് ഓരോ പ്രാദേശിക സഭകളും അവ കേന്ദ്രമാകുന്ന പള്ളികളും. വിദ്യാഭ്യാസം, ആതുര സേവനം തുടങ്ങി വിവിധ തലങ്ങളിലൂടെ മനുഷ്യനെ അവൻ്റെ പ്രാകൃത സ്വഭാവത്തിൽ നിന്നും പുതിയ ജീവിത രീതിയിലേക്കും പുതിയ സ്നേഹ സംസ്കാരത്തിലേക്കും കൈപിടിച്ചു നടത്തുന്നതിൽ ഓരോ പ്രദേശത്തെയും പള്ളികൾ വഹിച്ചിട്ടുള്ള പങ്ക് എടുത്തു പറയേണ്ടതാണ്. ഈ പള്ളികളെ പറ്റിയുള്ള അറിവ് നമ്മെ അവയോട് കൂടുതൽ അടുപ്പിക്കും, തീർച്ച. അതിനായുള്ള എളിയ ഉദ്യമം മാത്രമാണ് പ്രൗഢം പ്രാദേശിക സഭാചരിതം എന്ന ഈ പരിപാടി. ചരിത്രമറിയുക എന്നത് ഒരു വിശേഷ അനുഭവമാണ്, അഭിമാനമാണ്. നമസ്കാരം. ചമ്പക്കുളം കല്ലൂർക്കാട് സെൻറ് മേരീസ് ബസിലിക്ക. ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളി കുട്ടനാട്ടിലെ ക്രൈസ്തവ വിശ്വാസികളുടെ തറവാടാണ്. ആലപ്പുഴ ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഇടവക പള്ളികൾക്ക് ജന്മം നൽകിയ ദേവാലയ മുത്തശ്ശിയാണ് ചമ്പക്കുളം കല്ലൂർക്കാട് ബസിലിക്ക. തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ ഒന്നായ നിരണത്ത് നിന്നാണ് ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിൻ്റെ ഉത്ഭവം. തോമാസ് ലീഹ സ്ഥാപിച്ച പള്ളികൾക്ക് ശേഷമുണ്ടായ 2ാം നിര പള്ളികളുടെ പട്ടികയിലാണ് കല്ലൂർക്കാട് ബസിലിക്കയുടെ സ്ഥാനം. സീറോ മലബാർ ആർക്ക് വൈസിലെ രേഖകളിൽ 2ാം തലമുറ പള്ളികളിൽ 2ാം സ്ഥാനത്തായിട്ടാണ് ചമ്പക്കുളം പള്ളി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവർഷം 105 സ്ഥാപിതമായ കുറവിലങ്ങാട് പള്ളിയാണ് 1ാമത്. കൃഷി, കച്ചവടം തുടങ്ങിയവയ്ക്ക് സൗകര്യമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു അന്ന് കല്ലൂർക്കാട്. പുറക്കാട് തുറമുഖവുമായി കല്ലൂർക്കാടിനുണ്ടായിരുന്ന ബന്ധം കല്ലൂർക്കാട് അങ്ങാടിയെ പുകൾപ്പെട്ടതാക്കിയിരുന്നു. കൃഷിയിലും കച്ചവടത്തിലും തൽപരരായിരുന്ന നിരവധി നസ്രാണികൾ കല്ലൂർക്കാട്ട് താമസം ആരംഭിച്ചതോടെയാണ് ഇവിടുത്തെ ക്രൈസ്തവ ചരിത്രം തുടങ്ങുന്നത്. ആരംഭകാലങ്ങളിൽ ചമ്പക്കുളത്ത് നിന്നും ഏകദേശം 15 മൈൽ അകലെയുള്ള നിരണം പള്ളിയിൽ ദൈവാരാധനയ്ക്കായി പോയിരുന്നു എങ്കിലും ക്രൈസ്തവ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇവിടെ തന്നെ ഒരു പള്ളി പണിയണമെന്ന ആഗ്രഹം വിശ്വാസികളുടെ ഇടയിൽ വളർന്നു വന്നു. അങ്ങനെയാണ് ക്രിസ്തുവർഷം 427 കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ദിനമായ ഡിസംബർ 28-ാം തീയതി ആദ്യ പള്ളിക്ക് ശിലാസ്ഥാപനം നടന്നത്. തുടർന്ന് കുറവിലങ്ങാട്, കടുത്തുരുത്തി, കുടമാളൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ നസ്രാണികൾ കല്ലൂർക്കാട് എത്തിയത് വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനും കാലാനുസൃതമായി കൃത്യമായ ഇടവേളകളിൽ പള്ളിയുടെ നവീകരണം നടത്തുന്നതിനും കാരണമായി. ആദ്യ ദേവാലയം പൂർത്തിയാക്കപ്പെട്ടതിൻ്റെയും
വിവിധ കാലഘട്ടങ്ങളിൽ നവീകരിക്കപ്പെട്ടതിൻ്റെയും വിലപ്പെട്ട ചരിത്രരേഖകളെല്ലാം ഈ പള്ളിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതാണ് ഈ പള്ളിയുടെ ഒരു ദുര്യോഗം. ഏകദേശം 12 നൂറ്റാണ്ട് മുതലുള്ള ചരിത്രമാണ് കുറച്ചെങ്കിലും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതും ചരിത്രം എഴുതി സൂക്ഷിക്കുന്ന പതിവുകളും കുറവായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആദ്യ നൂറ്റാണ്ടുകൾ. എന്നാൽ പോലും പല ചരിത്രപ്രധാനമായ വിവരങ്ങളും താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതി വയ്ക്കാൻ പൂർവികർ ശ്രദ്ധിച്ചിരുന്നു എന്നതിന് നിരവധി തെളിവുകളുണ്ട്. എന്നാൽ ഈ താളിയോലകളും കാലപ്പഴക്കം മൂലം നഷ്ടപ്പെട്ടത് കൂടാതെ പള്ളിയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ തീപിടുത്തത്തിലും ധാരാളം ചരിത്രരേഖകൾ കല്ലൂർക്കാട് പള്ളിക്ക് നഷ്ടപ്പെടുകയുണ്ടായി. കുട്ടനാട്ടിലും സമീപ പ്രദേശങ്ങളിലുമുള്ള എല്ലാ പള്ളികളും ഉത്ഭവിച്ചത് ചമ്പക്കുളം പള്ളിയിൽ നിന്നോ ഈ പള്ളിയിൽ നിന്ന് സ്വതന്ത്രമായ മറ്റിടവകകളിൽ നിന്നോ ആണ്. ആലപ്പുഴ മാർസ്ലീവ പള്ളി, പുറക്കാട് പള്ളി, പുളിങ്കുന്ന്, എടത്തുവ, പുതുക്കരി തുടങ്ങിയ ഇടവക പള്ളികളെല്ലാം ചമ്പക്കുളം പള്ളിയിൽ നിന്നും വിവിധ കാലങ്ങളിൽ സ്വതന്ത്രമായ ഇടവകകളാണ്. 1887 കോട്ടയം വികാരിയത്ത് സ്ഥാപിതമായ വർഷത്തിൽ വികാരിയാത്തിനെ 7 ഫൊറോനകളായി തിരിച്ചപ്പോൾ കല്ലൂർക്കാടിനെയും ഒരു ഫൊറോനയാക്കി ഉയർത്തിക്കൊണ്ട് ഈ പള്ളിയുടെ പ്രാധാന്യം അംഗീകരിച്ചു. പിന്നീട് ഈ പള്ളിയുടെ പൗരാണികതയും കുട്ടനാട്ടിലെ ക്രൈസ്തവ സാന്നിധ്യത്തിന് ഈ പള്ളി നൽകിയ വിലയേറിയ സംഭാവനകളും പരിഗണിച്ചുകൊണ്ട് 2016 ഒരു മൈനർ ബസിലിക്കയായി ഇത് ഉയർത്തപ്പെട്ടു. കല്ലൂർക്കാട് ഇടവകയുടെ ചരിത്രത്തിൽ ലോകത്തിന് വിലയേറിയ സംഭാവനകൾ നൽകിയ നിരവധി മഹാരഥന്മാരുണ്ട്. ചമ്പക്കുളത്തെ ക്രൈസ്തവ സാന്നിധ്യവും സാംസ്കാരിക പൈതൃകവും സംരക്ഷിക്കുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും നിർണായകമായ സംഭാവന നൽകിയ ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരിൽ, അദ്ദേഹം ചങ്ങനാശ്ശേരിയുടെ ആദ്യ നാട്ടുമെത്രാനും ആരാധനാ സന്യാസിനി സഭാ സ്ഥാപകനുമായിരുന്നു. അതുപോലെ ആരാധനാ സന്യാസിനി സഭ സഹസ്ഥാപകയായ ഷന്താളമ്മ, സുറിയാനി സഭയുടെ പൈതൃകം സംരക്ഷിക്കാനായി വീരരക്തസാക്ഷിയായ ഇക്കാക്കോ കത്തനാർ, പോരൂക്കര തോമാമൽപ്പാൻ, കുര്യാക്കോസ് ഏലീസ കത്തനാർ തുടങ്ങി സ്മരണീയരായ നിരവധി വ്യക്തിത്വങ്ങൾ കല്ലൂർക്കാട് ബസിലിക്കയുടെ ചരിത്രത്തിലും സഭയുടെ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും ഇടം നേടിയിട്ടുണ്ട്. ദക്ഷിണ കേരളത്തിലെ പുരാതന കൽക്കുരിശ് ചമ്പക്കുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളിയുടെ തെക്കേ മുറ്റത്ത് മണിമാളികയുടെ തെക്കു ഭാഗത്തായും വാദ്യപുരയുടെ അതായത് കൊട്ടുപുരയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായും സ്ഥാപിച്ചിരിക്കുന്ന കരിങ്കൽ കുരിശ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ദേവാലയങ്ങളിലെ മാത്രമല്ല ദക്ഷിണ കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതന കരിങ്കൽ കുരിശ് എന്ന് രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. കരിങ്കൽ കുരിശിൻ്റെ കൽത്തറയുടെ ദളത്തിലാണ് ചരിത്ര പാരമ്പര്യം അരക്കിട്ടുറപ്പിക്കുന്ന ശിലാലിഖിതമുള്ളത്. 872 വർഷം പഴക്കമുള്ള കരിങ്കൽ കുരിശാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും പഴക്കമുള്ള കരിങ്കൽ കുരിശ് മറ്റ് സമീപ പ്രദേശങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 5.5 അടി ഉയരത്തിൽ 7.5 അടി ചതുരത്തിൽ ചെത്തി മിനുസപ്പെടുത്തിയ കരിങ്കൽ പാളികൾ ചേർത്ത് അടിയിൽ പടിയും മേലോട്ടു നിരയും ദളവും പടിത്തലയുമായി പണി ചെയ്തിട്ടുള്ള ഒരു തറയിൽ കുരിശ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. കൽത്തറയുടെ മേൽ ദളത്തിന് താഴെ 4 വശത്തുമുള്ള എടുത്തുകെട്ടിൽ ചതുരവടിവിൽ കൊത്തിയിട്ടുള്ള അക്ഷരങ്ങളുണ്ട്. അതിൽ താഴെ പറയും പ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ഈ കുരിശ് കല്ലൂർക്കാട് എന്ന് നാമം വിളങ്ങും പള്ളിയുടെ കിഴക്കുവശം വച്ചിരുന്നു. പള്ളി പണി ചെയ്ത് ഏറെക്കുറെ 670 വത്സരം ചെന്ന 1821 കാലം മദ്ബഹ പൊളിച്ചു. 1857 കാലം സിമിത്തേരി പണി ചെയ്തപ്പോൾ രണ്ടാമത് വെച്ചു. ഈ കുരിശുകൾ പാലവിക്കുരിശുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ 12-ാം നൂറ്റാണ്ടിൽ 1151 കല്ലൂർക്കാട് ഒരു പള്ളിപ്പണി നടന്നിരുന്നു എന്ന് തെളിയിക്കുന്നു രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. പമ്പാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കുരിശിൻ ചുവട്ടിൽ പ്രാർത്ഥിച്ച് കാണിക്കയിട്ട് കൃഷിക്കും മത്സ്യബന്ധനത്തിനുമായി പോകുന്ന പതിവ്
ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ ആളുകൾ പാലിച്ചു പോന്നിരുന്നു. മുൻകാലങ്ങളിൽ കൃഷിയുടെ വിളവെടുപ്പിൻ്റെ കാലത്ത് ആദ്യ ഫലം എന്ന തരത്തിൽ നെൽക്കറ്റകൾ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ചിരുന്നു. ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്ക് സമാനമായ, അതായത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഇല്ലം നിറയ്ക്ക് സമാനമായ രീതിയിലായിരുന്നു കുരിശിൻ്റെ താഴത്തെ നെൽക്കറ്റകൾ കൊണ്ട് സമർപ്പിച്ചിരുന്നത്. കുരിശിൻ്റെ താഴത്തെ ദളങ്ങളിലെല്ലാം കറ്റകൾ കൊണ്ട് നിറയുമായിരുന്നു ആ കാലഘട്ടത്തിൽ. രാത്രികാലങ്ങളിൽ പമ്പാ നദിയിലൂടെയുള്ള ജലവാഹന യാത്രക്കാർക്ക് മാർഗദീപമായി ഒരു വലിയ വിളക്കുമരവും ഇതിനോട് ചേർന്നുണ്ടായിരുന്നു. ഇനി വളരെ പ്രശസ്തമായ ചമ്പക്കുളം മൂലം വള്ളംകളി കല്ലൂർക്കാട് പള്ളിയുമായി വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയോടെയാണ്. അമ്പലപ്പുഴ ക്ഷേത്രവും ചെമ്പകശ്ശേരി രാജാക്കന്മാരോടും അതോടൊപ്പം തന്നെ ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളിയോടും അവിടുത്തെ പുരാതന ക്രിസ്ത്യൻ കുടുംബമായ മാപ്പിളശ്ശേരി തറവാടുമായും വളരെയേറെ അടുത്തു നിൽക്കുന്ന ഒന്നാണ് ഈ മൂലം വള്ളംകളി. 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ചെമ്പകശ്ശേരി നാട്ടുരാജ്യത്തിൻ്റെ രാജാവ് പൂരാടം തിരുനാൾ ദേവനാരായണനായിരുന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനുള്ള കൃഷ്ണ വിഗ്രഹം കുറിച്ചിയിലെ കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും ചെമ്പകശ്ശേരി രാജാവിൻ്റെ പടയാളികളുടെ നേതൃത്വത്തിൽ പമ്പാ നദിയിലൂടെ കടത്തിക്കൊണ്ടുവന്നു. ചമ്പക്കുളത്തെത്തിയപ്പോൾ സന്ധ്യ മയങ്ങുകയും രാത്രിയാത്ര സുരക്ഷിതമല്ലാത്തതിനാൽ ചമ്പക്കുളത്ത് മാപ്പിളശ്ശേരി തറവാട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം ഇറക്കി വയ്ക്കുകയും ചെയ്തു. ഒരു ക്രിസ്ത്യൻ തറവാട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം ഇറക്കി സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് കല്ലൂർക്കാട് പള്ളി അന്ന് അനുവാദം കൊടുത്തത് കൂടാതെ പിറ്റേന്ന് കാലത്ത് വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാട് ഭരിക്കുന്ന രാജാവിൻ്റെ ദേവവിഗ്രഹത്തിന് വേണ്ട ആദരവും ബഹുമാനവും നൽകുന്നതിലേക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയും കല്ലൂർക്കാട് ആറ്റിലൂടെ തെക്കോട്ട് പോകുന്നതിന് എല്ലാവിധ സൗകര്യങ്ങളും ജലവാഹനങ്ങളിൽ ഒരുക്കി നൽകുകയും കല്ലൂർക്കാട്ട് പള്ളിയിലെ വിശ്വാസികളിൽ പലരും അമ്പലപ്പുഴ വരെ വിഗ്രഹത്തെ അനുഗമിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ആ കാലത്ത് സമൂഹത്തിൽ നസ്രാണികൾക്ക് ഉയർന്ന ഹിന്ദുക്കളുടെ സ്ഥാനവും പദവിയുമായിരുന്നു രാജാവ് കൽപ്പിച്ച് നൽകിയിരുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ കൂട്ടം ആളുകളെ ഒന്നിച്ചു നിർത്തുന്ന കല്ലൂർക്കാട് പള്ളിയുടെ സൗഹൃദവും സഹകരണവും ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ മഹാമനസ്കതയും ലോകത്തിനു മുന്നിൽ ഹിന്ദു ക്രിസ്ത്യൻ സൗഹാർദ്ദത്തിൻ്റെ ഒരു നേർബിംബമായി മൂലം വള്ളംകളി ആഘോഷത്തിലൂടെ ഉയർന്നു നിൽക്കുന്നു. മറ്റൊരു പ്രത്യേകതയാണ് ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് കല്ലൂർക്കാടൻ പറ. നൂറ്റാണ്ടുകളായി മലയാള നാട്ടിൽ ധാന്യങ്ങൾ അളന്നിരുന്നത് പറ ഉപയോഗിച്ചായിരുന്നു. ചെമ്പകശ്ശേരി രാജാവ് ചമ്പക്കുളത്ത് വന്ന് കാര്യവിചാരം നടത്തുക പതിവുണ്ടായിരുന്നു. ചമ്പക്കുളത്ത് കല്ലൂർക്കാട് പള്ളിക്ക് തെക്കും വടക്കും മാറി നെൽപ്പുരകളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. രാജാവ് അമ്പലപ്പുഴ നിന്നും പൂക്കൈത 6 വഴി, അത് പമ്പയുടെ ഒരു കൈവഴിയാണ്, പൂക്കൈത 6 വഴി പമ്പയാറ്റിലേക്ക് വന്നിരുന്നത് ഇരു നദികളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വെട്ടിയ ചെമ്പകശ്ശേരി തോട്ടിലൂടെയായിരുന്നു. ഈ തോട് കല്ലൂർക്കാട് പള്ളിക്ക് സമീപത്താണ് പമ്പയിലേക്ക് ഇറങ്ങിയിരുന്നത്. ഈ വഴി വള്ളത്തിൽ വന്ന് നെടുമുടിയിലും ചമ്പക്കുളത്തുമുള്ള നെൽപ്പുര മഠങ്ങളിലേക്ക് വരുമ്പോൾ രാജാവിന് ചില പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടായതായി കേട്ടു. അതോടൊപ്പം തന്നെ രാജാവിൻ്റെ ആശ്രിതന്മാരായിരുന്ന ഹൈന്ദവരും ക്രിസ്ത്യൻ പ്രമാണിമാരും കല്ലൂർക്കാട്ട് പള്ളിക്ക് സമീപമുള്ള കാട്ടിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെപ്പറ്റി രാജാവിനെ അറിയിച്ചു. തനിക്കും പ്രജകൾക്കും ഒരുപോലെ ദോഷങ്ങൾ ഉണ്ടാകുന്നതിനാൽ വിഷണ്ണനായ രാജാവ് എന്താണ് പ്രതിവിധി എന്നറിയാൻ വിധിപ്രകാരം പ്രശ്നം വെച്ച് നോക്കി. ക്രിസ്ത്യാനികളുടെ ദേവാലയമായ കല്ലൂർക്കാട്ട് പള്ളിയിൽ പൂജയും നിത്യകർമ്മങ്ങളും ഇല്ലാത്തതും പള്ളി ജീർണിച്ച് കിടക്കുന്നതും കൊണ്ടാണ് ഇങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു. പള്ളി പുനരുദ്ധരിച്ച് ഒരു വൈദികരെ സ്ഥിരം താമസിപ്പിച്ച് പൂജാതി കർമ്മങ്ങൾ മുടക്കം കൂടാതെ നിത്യേന നടത്തിയാൽ ഈ ഉപദ്രവങ്ങൾ നീങ്ങിക്കിട്ടുമെന്ന് പ്രശ്നഫലം മനസ്സിലാക്കിയ രാജാവ് തൻ്റെ പ്രമാണിമാരെയും ആശ്രിതരെയും പടനായകരെയും വിളിച്ച് കല്ലൂർക്കാട് പള്ളി പുനരുദ്ധരിക്കുവാൻ ഉത്തരവ് നൽകി. അങ്ങനെ കല്ലൂർക്കാട്ടെ പ്രമാണിമാരുടെ നേതൃത്വത്തിലും രാജാവിൻ്റെ പടനായകരുടെ നേതൃത്വത്തിലും പള്ളി പുനരുദ്ധരിച്ചു. തങ്ങൾക്ക് പള്ളി പണിത് നൽകിയ രാജാവിന് ഒരു കാഴ്ച സമർപ്പിക്കുവാൻ
രാജാവിൻ്റെ ആശ്രിതനും ചമ്പക്കുളം കല്ലൂർക്കാട്ടെ കാണികാടൻ കുടുംബത്തിലെ കാരണവരുമായിരുന്ന ആൾ ആഗ്രഹിച്ചു. കാണികാടൻ്റെ പെരുമയ്ക്കും ഇണങ്ങും വിധം ചെമ്പ് തകിടിൽ ഒരു പറ പണിയിച്ച് രാജാവിന് കാഴ്ചവെച്ചു. ഒരു കല്ലൂർക്കാടൻ പറ, ചെമ്പ് തകിടിൽ തീർത്ത ലക്ഷണമൊത്ത പറ, അതാണ് കല്ലൂർക്കാടൻ പറ. അത് കണ്ട് രാജാവിന് അത് നന്നേ ബോധിച്ചു. അന്നുവരെ നിലവിലുണ്ടായിരുന്ന അഗ്രശാല പറയ്ക്ക് മുന്നിൽ 8 ഇടങ്ങഴി കൊള്ളുന്ന കാണികാടൻ്റെ കല്ലൂർക്കാടൻ പറ വേറിട്ട് നിന്നു. അന്നു മുതൽ അഗ്രശാല പറയ്ക്ക് പകരം ചെമ്പകശ്ശേരിയുടെ ഔദ്യോഗിക ധാന്യ അളവ് ഉപകരണമായി കല്ലൂർക്കാടൻ പറയെ രാജാവ് പ്രഖ്യാപിച്ചു. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട നിരവധി സംഭവങ്ങളുടെ കേന്ദ്രമാണ് ചമ്പക്കുളം കല്ലൂർക്കാട് ബസിലിക്ക. ഇവിടുത്തെ കൊട്ടുപുരയും സാമ്പാർ തോണിയും എല്ലാം ചരിത്രത്തിൽ ഇടം പിടിക്കപ്പെട്ടവയാണ്. 2027 വിശ്വാസ പാരമ്പര്യത്തിൽ 16 നൂറ്റാണ്ടുകൾ ഈ ദേവാലയം പൂർത്തിയാക്കുകയാണ്. കേരള സഭാ ചരിത്രത്തിലും തിളക്കമേറിയ ഒരു വെള്ളി നക്ഷത്രമായി പ്രശോഭിക്കുന്ന ഒന്നാണ് ചമ്പക്കുളം കല്ലൂർക്കാട് സെൻറ് മേരീസ് ബസിലിക്ക.